നമ്മൾ ക്യാവസ് തിയറിയുടെ ബേസിസിൽ ക്യാവസ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ മാസിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു m=hc/2πr0 എന്നുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ഡിറൈവ് ചെയ്തെത്തിക്കാൻ പറ്റും, സെയിം ഇക്വേഷനിൽ എത്താൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ കൺസിഡറേഷന് ബേസ് ചെയ്തിരിക്കുന്നത് റീ ഇവാലുവേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ഫോഴ്സിനെ ഒന്ന് റീ ഇവാലുവേറ്റ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ നമുക്കത് നോക്കാം എന്താണെന്ന്, ഫോഴ്സ് എന്താണെന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ രണ്ട് ചാർജ് റെസ്റ്റിലിരിക്കുവാണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ രണ്ട് മാസ് ആണെങ്കിൽ അവർ പരസ്പരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അതല്ലെങ്കിൽ ഒരു ബോഡിയെ സ്പേസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ എക്സിസ്റ്റൻസ് തിരിച്ചറിയാൻ മറ്റേ ബോഡിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ എപ്പോഴും ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ പിറകിൽ നിന്നാണ് ഈ റീ ഇവാലുവേഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള കാര്യം തന്നെ നടക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിക്കായിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജ്, അതിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡാണ് മറ്റേ ചാർജ്, ഒരു സെക്കൻഡ് ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡും ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഒരു മാസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് മറ്റേ ഒരു സെക്കൻഡായിട്ടുള്ള മാസിനെ മീൻസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ബുക്കിലൊക്കെ നമുക്ക് കാണാവുന്നൊരു ഡെഫിനേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ സെർട്ടൈൻ പോയിൻ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ. അതെന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഓഫ് ചാർജ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ഒരു പോയിന്റിലുള്ള യൂണിറ്റ് ഓഫ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ആ ഒരു സെർട്ടൈൻ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് എ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ വിച്ച് ഡസൻറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ട്രാൻസ്ഫേഴ്സ് ദിസ് ഫോഴ്സ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു ദ അതർ. അപ്പോൾ നമുക്ക് അവിടെയൊന്നും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. ഒരു ഫോഴ്സ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇൻ 20th century ദിസ് ക്വസ്റ്റ്യൻ ഹാസ് ഫൗണ്ട് എൻ അസ്റ്റൗണ്ടിങ് ആൻസർ. 20th century ആയപ്പോൾ ഇതിനൊരു ആൻസർ കിട്ടി എന്നാണ് പറയുന്നത്. മോഡേൺ ഫിസിക്സിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ളത് രണ്ട് ചാർജ്ഡ് ബോഡീസ് തമ്മിൽ ഇലക്ട്രിക് ഫോഴ്സ് എഫക്റ്റ് ഉണ്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ഫോട്ടോൺസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് ചാർജ്ഡ് ബോഡീസിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോൺസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെന്നുള്ള മോഡേൺ ഫിസിക്സ് പറയുന്നുണ്ട്. 19th century മാക്സ്വെൽസ് ഇക്വേഷൻ വന്നപ്പം മാക്സ്വെൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. മോഡേൺ വ്യൂ പോയിന്റിൽ ഇത് വേറെ രീതിയിലും കൂടെ പറയുന്നുണ്ട്. ഒരു ഇലക്ട്രിക് ചാർജ് റെസ്റ്റിലാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജ് ഫിക്സഡ് വെലോസിറ്റിയിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഫോട്ടോൺ എമിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാൻ പറ്റുവെച്ചാൽ വേറൊരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഈ ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യാനും പറ്റുമെന്നുള്ളതും കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു, മറ്റൊരു പാർട്ടിക്കിൾ ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു മൊമെൻറ്റം എന്നുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങോട്ടും. രണ്ട് പാർട്ടിക്കിളിൽ പരസ്പരം ഒരു മൊമെൻറ്റം ട്രാൻസ്മിറ്റും കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് ഫോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലും പറയുന്നത്. ഇപ്പോൾ മൊമെൻറ്റം അവർ പരസ്പരം കൈമാറിയ പോലെയാണ് ഫോഴ്സും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഫോട്ടോൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു പാർട്ടിക്കിൾ ഫോട്ടോണ് എമിറ്റ് ചെയ്യുവാണെങ്കിൽ മറ്റൊരു പാർട്ടിക്കിളിന് ആ ഫോട്ടോണ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ ഒരു പാർട്ടിക്കിൾ ഫോട്ടോണ് അബ്സോർബ് ചെയ്യുന്നു, മറ്റൊരാൾ അതിനെ എമിറ്റ് ചെയ്യുന്നു. ഈ രീതിയിലാകുമ്പോൾ അവിടെ ഒരു പരസ്പരം ഈ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു മൊമെൻറ്റം ട്രാൻസ്മിഷൻ നടക്കും. ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഫോഴ്സ് എന്നുള്ളത് ഈ ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിന് മുകളിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് എന്ന രീതിയിൽ ഒരു മോഡേൺ കോൺസെപ്റ്റിൽ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഫോട്ടോൺസിൻ്റെ എമിഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, എമിഷനും അബ്സോർപ്ഷനും, അതായത് ഫോട്ടോൺസിൻ്റെ ഈ ഒരു എക്സ്ചേഞ്ച് വഴി നമ്മൾ ഈ റിപ്പൾസീവ് ഫോഴ്സിനെ റിപ്പൾസീവ് ഫോഴ്സ് എന്നുള്ളത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഈ റിപ്പൾസീവ് ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 പേര് ഒരു ഹെവി ബോൾ ഇങ്ങനെ പാസ് ചെയ്ത് എറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അതിൽ ഓരോ ടൈമിൽ ഈ ഒരു ബോൾ കിട്ടുമ്പോഴും ബോൾ ക്യാച്ച് ചെയ്യുന്ന ആൾ കുറച്ച് പുറകോട്ട് പോകും അല്ലേ, ആ ഒരു ബോളിൻ്റെ വെയിറ്റ് കാരണം. അപ്പോൾ ഈ രീതിയിലാണ് റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോഴ്സ് മറ്റേ ഫോഴ്സിനെ ഈ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ഈ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഫോട്ടോണാണ് എമിറ്റ് ചെയ്തിട്ട് മറ്റുള്ള അബ്സോർബ് ചെയ്യുന്നു മറ്റേ പാർട്ടിക്കിൾ. അപ്പോൾ ആ രീതിയിലാകുമ്പോൾ ആ ഒരു അബ്സോർബ് ചെയ്യുന്ന ആൾക്ക് ഒരു പുറകിലോട്ട് പോകും അല്ലേ, ഫോട്ടോൺ കിട്ടുന്ന ആൾ പുറകിലോട്ട് പോവുക ആ രീതിയിൽ. അപ്പോൾ ഈ ബോൾ ക്യാച്ച് ചെയ്യുന്ന ആൾ ആ ഒരു ബോളിൻ്റെ വെയിറ്റ് കൊണ്ട് പുറകിലോട്ട് പോകുന്ന അതേപോലെ. അപ്പോൾ ഈ രീതിയിലാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോഡി മറ്റേ ബോഡിയിൽ റിപ്പൾസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ആ മറ്റേ ബോഡി പുറകോട്ട് പോകുന്നു, റിപ്പൽ ചെയ്ത് പോകുന്നു പരസ്പരം. ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരുന്നു ഈ ഒരു ഫോട്ടോൺ എക്സ്ചേഞ്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ, ഒരു കാര്യത്തിൻ്റെ ബേസിൽ നമുക്ക് ഈ ഒരു റിപ്പൾസീവ് ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ളത് അത്ര വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഫോട്ടോൺ എന്നുള്ള ബേസിസിൽ. എക്സ്ചേഞ്ച് ഓഫ് ഫോട്ടോൺസ് എന്നുള്ള മോഡൽ വെച്ചിട്ട് റിപ്പൾസീവ് ഫോഴ്സിൻ്റെ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷേ ഒരു ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് അട്രാക്റ്റീവ് ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റിനെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ സാധിച്ചിരുന്നു. ഇതുപോലെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള വേറെയും കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് ചാർജ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനെ എന്തുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അപ്പാരറ്റസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൂടെ നമുക്ക് സ്റ്റാറ്റിക് ചാർജ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതുപോലെ ഇത്തരത്തിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ചാർജ്ഡ് ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ്, അങ്ങനെ ഒരു എമിഷൻ ഓഫ് ഫോട്ടോൺ നടക്കുമ്പോൾ ആ ചാർജ്ഡ് ബോഡിക്ക് അതിൻ്റെ മാസോ എനർജിയോ ലോസ് ചെയ്യപ്പെടുന്നില്ല. അതെന്താ അങ്ങനെ? ഹൗ ക്യാൻ എ ചാർജ്ഡ് ബോഡി എമിറ്റ് ഫോട്ടോൺസ് വിത്തൗട്ട് ലോസിങ് ഐദർ മാസ് ഓർ എനർജി? ഈ 2 ചോദ്യവും ഉത്തരം കിട്ടാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ പിന്നെയും കുറേ ചർച്ചകളൊക്കെ നടന്ന, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡീസൊക്കെ നടന്നപ്പോൾ മനസ്സിലായത് അതിൻ്റെ ഉത്തരം കിട്ടുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം കിടക്കുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലാണ്. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന്. പിന്നെ റെസ്റ്റിംഗ് ചാർജ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ പ്രത്യേകത, അത് അവർ എമിറ്റ് ചെയ്യുന്നത് ഓർഡിനറി ഫോട്ടോൺസ് അല്ല, ബട്ട് വിർച്വൽ ഫോട്ടോൺസ്. അപ്പോൾ ഈ വിർച്വൽ ഫോട്ടോൺസ് ആണ് ഈ ഒരു ചാർജസ്, അതായത് റെസ്റ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. എ റെസ്റ്റിംഗ് ചാർജ് ഡസ് നോട്ട് എമിറ്റ് ordinary photons but virtual photons. They exist for only as long as the uncertainty principle permits them to exist without being detected, after which they melt away or are absorbed by their source unless they previously encountered another charge and were absorbed by it.
ഇവിടെ പറയുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദ uncertainty principle, we are also unable to detect any loss or fluctuations in the mass of a resting charged body due to the emission of virtual photons, and of course we cannot detect the virtual photons themselves. The less energetic the virtual photon, the longer it can exist and the farther it can travel. This is the reason that the electric force between charges decreases with distance. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കാരണം നമുക്ക് ഈ ഒരു വിർച്വൽ ഫോട്ടോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ വിർച്വൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചാർജ്ഡ് ബോഡിയുടെ മാസ് അല്ലെങ്കിൽ എനർജി ഒന്നും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ട്രബിളിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസിനുള്ള സൊല്യൂഷൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കാരണമാണെന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസർ പറയുന്ന ഒരു പാരഗ്രാഫാണിത്. അതിന് മുൻപ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മുന്നത്തെ പാരഗ്രാഫിൽ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ടെക്സ്റ്റ് വായിക്കുമ്പോൾ വൃത്തിയായിട്ട് വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് അറിയുന്ന ഒരു പ്രിൻസിപ്പിളാണ്, കോൺസെപ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ അറിയാൻ പറ്റും. അതുപോലെ വിർച്വൽ ഫോട്ടോൺസിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. വിർച്വൽ ഫോട്ടോൺസ്, ദ ലെസ് എനർജറ്റിക് ദ വിർച്വൽ ഫോട്ടോൺ, ദ ലോങ്ങർ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആൻഡ് ദ ഫർദർ ഇറ്റ് ക്യാൻ ട്രാവൽ. ഇപ്പോൾ വിർച്വൽ ഫോട്ടോൺസ് എത്ര ലെസ് എനർജറ്റിക് ആണോ അത്രയും മാത്രം അതിന് ലോങ്ങറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫാർദറായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഇത് കാരണമാണ് ഈ ഒരു ചാർജസ് തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ളത് ഡിസ്റ്റൻസിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാൻ കാരണം. ദിസ് ഈസ് ദ റീസൺ ദാറ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഫോട്ടോൺസിൻ്റെ എമിഷൻ എക്സ്ചേഞ്ച് ഒക്കെ വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി. അതേപോലെ നമുക്ക് ഗ്രാവിറ്റോൺസിൻ്റെ എക്സ്ചേഞ്ച് വഴി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതുവരെ ഗ്രാവിറ്റോൺസ് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടാത്ത പാർട്ടിക്കിൾസാണ്, എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, വായിക്കണം. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. പക്ഷേ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇല്ലാതാവില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളത് ഒരു പോയിന്റിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ഇല്ലാതാവുക എന്നുള്ളൊരു സാഹചര്യം ഇല്ല. പക്ഷേ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും, അങ്ങനെയുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ അത് സീറോ ആവില്ല, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളത് സീറോ ആവില്ല ഒരു പോയിന്റിലും വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻഫിനിറ്റ്ലി വീക്ക് വിർച്വൽ ഫോട്ടോൺസ് മേ ബി സെൻഡ് ബൈ എവറി ചാർജ് ടു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസസ്. അപ്പോൾ ഈ ചാർജസ് ഇങ്ങനെ വിർച്വൽ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാ ചാർജസും ഇൻഫിനിറ്റ്ലി വീക്കായിട്ടുള്ള കുറച്ച് വിർച്വൽ ഫോട്ടോൺസ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരു പോയിന്റിലും സീറോ ആവാത്തത്. കുറഞ്ഞു വരുവെച്ചാലും സീറോ ആവില്ല എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസിനനുസരിച്ച് കുറഞ്ഞു വരുമെങ്കിലും ഒരു പോയിന്റിലും അത് സീറോ ആയിട്ട് പോവില്ല. പക്ഷേ നമുക്കറിയാം, നമ്മൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സാണ്. അത് ഒരു ഇത്ര റേഞ്ചിനുള്ളിലാണ് അതിന് ഇൻഫ്ലുവൻസ് ഉള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഒരു റേഞ്ച് കഴിഞ്ഞാൽ അതിന് പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം കഴിഞ്ഞാൽ അതിന് ഈ ഒരു ഫോഴ്സ് സീറോ ആവാൻ സാധ്യതയുണ്ട് അല്ലേ, സീറോ ആവും. സ്ട്രോങ് ഫോഴ്സ് എന്നുള്ളത് ആ ഒരു റേഞ്ച്, അതിൻ്റെ റേഞ്ച് കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ സീറോ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ സ്ട്രോങ് ഫോഴ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അതിൻ്റെ ഇപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ക്യാരിയിങ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോനാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ.
അതുപോലെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ആണെങ്കിൽ ഗ്രാവിറ്റോൺ ആണ്. ഈ രണ്ട് പാർട്ടിക്കിൾസും ആണെങ്കിൽ റെസ്റ്റ് മാസ് 0 ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്, മാസ്ലെസ് ആയിട്ട് പാർട്ടിക്കിൾസാണ്. പക്ഷേ സ്ട്രോങ് ഫോഴ്സിൻ്റെ കാര്യം നമുക്കറിയാം, അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, ഈ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അറിയാം. അപ്പം ഈ സ്ട്രോങ് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ മാസ് 0 ആയിരിക്കില്ല, ഒരു മാസ് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഫോഴ്സിൻ്റെ ക്യാരിയിങ് പാർട്ടിക്കിൾസിന് മാസ് ഉള്ളത് കൊണ്ട് അതിന് ഇൻഫിനൈറ്റ്ലി സ്മോൾ എനർജി ഇൻഫിനൈറ്റ് ഡിസ്റ്റൻസിലോട്ട് ക്യാരി ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഒരു മിനിമൽ എനർജി ഈ ഒരു റെസ്റ്റ് മാസ് ആയിട്ട് ആണുള്ളത്. മിനിമൽ എനർജി ഈസ് ആക്ച്വലി ദെയർ റെസ്റ്റ് മാസ് ആൻഡ് ദസ് ദ ലൈഫ് ടൈം വിച്ച് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പെർമിറ്റ്സ് ദം ടു ഹാവ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. സിൻസ് ദേ പൊസസ് ഫൈനൈറ്റ് മാസ്, they cannot carry an infinitely small energy over an infinite distance. Their minimal energy is actually their rest mass, and thus the lifetime which the uncertainty principle permits them to have is limited. അപ്പം സ്ട്രോങ് ഫോഴ്സിൻ്റെ ക്യാരിയിങ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളതിന് മുന്നേ പഠിച്ചു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ക്യാരിയേഴ്സായ ഫോട്ടോൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതുപോലെ ഗ്രാവിറ്റോൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവർ ഗ്രാവിറ്റോൺസിൻ്റെയും ഫോട്ടോൺസിൻ്റെയും കോമൺ കാര്യം അവർക്ക് മാസ് 0 ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഇൻഫിനിറ്റ് റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് എന്തുകൊണ്ടാണ് ഇൻഫിനിറ്റ് റേഞ്ചിൽ ആക്ട് ചെയ്യുന്നത്, ഒരിക്കലും 0 ആവില്ല എന്ന് പറഞ്ഞു. ഒരു പോയിന്റിലും അവർ 0 ആവില്ല, ഇലക്ട്രിക് ഫോഴ്സ് ഒന്നും 0 ആവില്ല എന്നൊക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 0 ആവില്ല, അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് സ്ട്രോങ് ഫോഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്ട്രോങ് ഫോഴ്സിനുള്ളത്, സ്ട്രോങ് ഫോഴ്സ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസിനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അറിവുകൾ വെച്ചിട്ട് നമ്മൾ മാസ്, അതായത് ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ടിക്കിളിന് ഒരു ഷോർട്ട് ലൈഫ് സ്പാനാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വഴി പെർമിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ആ ലൈഫ് സ്പാൻ നമ്മൾ ഡെൽറ്റ ടി എന്നാണ് എടുക്കുന്നത്, ഡെൽറ്റ ടി എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ വെലോസിറ്റി എന്നുള്ളത് ഒരിക്കലും സ്പീഡ് ഓഫ് ലൈറ്റിനേക്കാളും കൂടുതലാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആണെന്ന രീതിയിൽ എടുക്കാം. സിൻസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കനോട്ട് എക്സീഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, നമ്മൾ സീന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡെൽറ്റ ടി, ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ, ഈ ഒരു ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ടൈം സ്പാൻ ഡെൽറ്റ ടിയുടെ ഉള്ളിൽ ഈ ഒരു പാർട്ടിക്കിൾ കവർ ചെയ്യാവുന്ന മാക്സിമം ഡിസ്റ്റൻസിനെ നമുക്ക് r0 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ r0 ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു സി എന്ന് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ സംഭവം വെച്ചിട്ട് നമുക്ക്, അതായത് r0 കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള r0 ആണ് ഈ സ്ട്രോങ് ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. r0 ഇസ് ദ റേഞ്ച് ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ്. പിന്നെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അറിയാം, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h/2π. അപ്പോൾ ഈ ഡെൽറ്റ ഇ എന്താണ്, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മിനിമൽ എനർജി. നമ്മൾ മുന്നേ വായിച്ചിരുന്നു, ഈ പാർട്ടിക്കിളിൻ്റെ മിനിമൽ എനർജി എന്നുള്ളത് അതിൻ്റെ റെസ്റ്റ് മാസ്, ആക്ച്വലി ഇറ്റ്സ് റെസ്റ്റ് മാസ് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ദെയർ മിനിമൽ എനർജി ഈസ് ആക്ച്വലി ദെയർ റെസ്റ്റ് മാസ് എന്ന് വായിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ എന്നുള്ളത് മിനിമൽ എനർജി എന്നറിയാം. പിന്നെ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h/2π. അതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ഇ കണ്ടുപിടിച്ചാൽ അത് ഈക്വൽ ടു എം ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ടിയുടെ ഇത് നമുക്ക് ഈ r0 ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ സി ആണ്. അതിൽ നമുക്ക് ഡെൽറ്റ ടി ഈക്വൽ ടു r0/c എന്ന് എഴുതാം. അപ്പോൾ അത് ഈ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെൽറ്റ ഇനെ മാത്രം LHS സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടും, ഡെൽറ്റ ഇ ഈക്വൽ ടു hc/2πr0 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഡെൽറ്റ ടി ഈക്വൽ ടു r0/c എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ ഇ, അതായത് മിനിമൽ എനർജി ഈക്വൽ ടു റെസ്റ്റ് മാസ് ആണ്, പാർട്ടിക്കിളിൻ്റെ മിനിമൽ എനർജി അതിൻ്റെ റെസ്റ്റ് മാസിന് ഈക്വൽ ആണ്. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു ഡെൽറ്റ എം ഈക്വൽ ടു hc/2πr0 എന്ന് എഴുതാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നിന്ന് അല്ലേ. അപ്പോൾ നമുക്ക് മാസിനുള്ള ഇക്വേഷൻ hc/2πr0 എന്ന് കിട്ടി. ഈ മാസ് എന്നുള്ളത് MEVയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്
ഇത് ശരിക്കും പറഞ്ഞാൽ യുക്കാവാസ് ഇക്വേഷൻ തന്നെയാണ് അല്ലേ. നമ്മൾ യുക്കാവ ഇക്വേഷനിൽ മാസിന് കിട്ടിയിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ മാസിന് കിട്ടിയിട്ടുള്ള അതേ ഇക്വേഷനാണ് അല്ലേ. ദിസ് ഈസ് എക്സാക്ട്ലി യുക്കാവാസ് ഇക്വേഷൻ. അപ്പോൾ യുക്കാവാസ് ഇക്വേഷൻ ഈ ഒരു ഫോഴ്സിൻ്റെ നമ്മൾ ഫോഴ്സിനെ റീവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ യുക്കാവാസ് ഇക്വേഷൻ ഇതിലേക്ക് എത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഈ ഒരു റീവാലുവേറ്റ് ചെയ്ത കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സ്ട്രോങ് ഫോഴ്സിൻ്റെ പാർട്ടിക്കിൾ, അതായത് പയോൺ ആണ് ശരിക്കും അത്. അപ്പം നമ്മൾ പിന്നീട് അത് പയോൺ അങ്ങനെ നമ്മൾ അതിന് പേരിട്ടു. അപ്പോൾ ആ ഒരു 100 MeV അപ്രോക്സിമേറ്റ്ലി മാസ് വരുന്ന ആ ഒരു പാർട്ടിക്കിളിൻ്റെ കാര്യം നമ്മൾ ആ ഇക്വേഷൻ, അതിൻ്റെ മാസ് പ്രഡിക്റ്റ് ചെയ്ത ഇക്വേഷനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യം യുക്കാവാസ് ഇക്വേഷനിൽ നേരിട്ട് മുന്നേ കണ്ടിരുന്നു എമ്മിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അതുപോലെ ഇപ്പം ഫോഴ്സിൻ്റെ ഈ ഒരു റിവാലുവേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ടും നമ്മൾ മാസിൻ്റെ ഇക്വേഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് യുക്കാവാസ് പ്രിൻസിപ്പലിനെ കുറിച്ച് പറയാനുള്ളത്.